കാസർഗോഡ് മഞ്ചേശ്വരം ഇരട്ടക്കൊലപാതകത്തിൽ 3 പേരെ കൊല്ലാൻ ആസൂത്രണം നടത്തിയെന്ന പ്രതി ഉമ്മർ ഫാറൂഖിന്റെ മൊഴി. സാമ്പത്തിക പ്രശ്നങ്ങളും കൊലപാതകത്തിന് കാരണമായെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുണ്ട്. ഉമ്മർ ഫാറൂഖിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മകൾ ജുമൈല, ബന്ധു ഷെയ്ഖ് അബ്ബ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. നമ്മുടെ നാടിന് നടക്കിയ ഒരു വലിയ സംഭവം. ലഹരിക്ക് അടിമപ്പെട്ട് കുറച്ച് ആൾക്കാർ ഉണ്ട്. അവരുടെ ആ കാരണം കൊണ്ട് തന്നെ അതൊരു നാടിൻ്റെ ഒരു ആഫത്താണ്. അയാൾ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ ആ ലഹരിയിൽ പെട്ടതുകൊണ്ട് അറിയാതെ കുറേ സംഭവങ്ങൾ സംഭവിച്ചു. ലഹരി തന്നെയാണ് പ്രധാന കാരണം. 18 വർഷക്കാലം ചേർത്ത് നിർത്തിയ സ്വന്തം മകളുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കുമ്പോഴും ഉമ്മറിന് അതൊന്നും ഓർമ്മയേയില്ല. പിന്നീടായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ ഭാവി കാര്യങ്ങൾ ഓർത്തുപോയിട്ടുണ്ടാവുക. ഉമ്മർ ഫാറൂഖിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയുടെ സഹോദരി ഭർത്താവ് ഷെയ്ഖ് അബ്ബ ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങി. വൈകിട്ടോടെ പൊതുദർശനത്തിന് ശേഷം ജുമൈലയുടെയും ഷെയ്ഖ് അബ്ബയുടെയും മൃതദേഹം സംസ്കരിച്ചു. കൊലപാതകം നടന്ന തുമിനാട് ഹിൽ ടോപ്പിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഉമ്മർ ഫാറൂഖ് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെത്തി. പ്രതിയെത്തിയത് കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടെയെന്നും അന്വേഷണ സംഘം. നാട്ടുകാർക്ക് മുൻപിൽ സൗമ്യൻ, സൽസ്വഭാവി, ഉള്ളിലൊളിപ്പിച്ച രാക്ഷസനെ ഒരു തവണ പോലും നാട്ടുകാർ തിരിച്ചറിഞ്ഞില്ല. ഭാര്യയെ പിന്തുണയ്ക്കുന്ന ബന്ധുക്കളെയും ഇല്ലായ്മ ചെയ്യണമെന്ന കടുത്ത തീരുമാനവുമായാണ് ഉമ്മർ ഭാര്യ വീട്ടിലെത്തുന്നത്. ഈ 3 പേരെയും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ വന്നത്, ഭാര്യ ഉൾപ്പെടെ. പക്ഷെ അയാൾക്ക് കിട്ടിയിട്ടില്ല. പ്രതി കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, സാമ്പത്തിക ഇഷ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്രതിയുടെ രക്തസാമ്പിൾ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ലഹരിക്കടിമയായ പ്രതി ഉമ്മർ ഫാറൂഖ് സംഭവ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് സ്ഥിരീകരിക്കാനാണ് രക്തസാമ്പിൾ ലാബിലേക്ക് അയച്ചത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പുണ്ടാവുക. കുട്ടിക്കാലത്തിലെ കുടുംബത്തിലെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് വളർന്നു വന്നവളാണ് ജുമൈല. അതിനാൽ തന്നെ ജോലിയെടുത്ത് കുടുംബത്തെ സംരക്ഷിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ കൗമാരക്കാരിയുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. ഉമ്മർ ഫാറൂഖിനെതിരെ കർണാടകയിൽ വ്യാജ പാസ്പോർട്ട് കേസ് ഉൾപ്പെടെ നിലവിലുണ്ട്. ഇയാൾക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലഹരിയുടെ ഉന്മാദവും സ്വത്തിനോടുള്ള ആർത്തിയും ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ്. ഇനി ഈ സംഭവത്തിന് നമ്മുടെ നാട്ടിലൊരു തുടർച്ചയുണ്ടായിക്കൂടാ. അധികാരികൾ കണ്ണു തുറക്കണം. ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.